കലിംഗ സൂപ്പർ കപ്പിൽ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടത്തിയ പോരാട്ടത്തിൽ 3-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സ്. കളിയുടെ തുടക്കം മുതൽ തന്നെ വളരെ ആറിത്തണുത്തൊരു പ്രകൃതത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി മുൻപോട്ട് പോയത്. ജംഷഡ്പൂരും അങ്ങനെ തന്നെയായിരുന്നുവെങ്കിലും ചില സമയങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി എന്ന വണ്ണം ഉണർന്നെഴുന്നേറ്റ് കളിക്കുന്ന ജംഷഡ്പൂർ എഫ്സിയുടെ താരങ്ങളെയാണ് കാണുവാൻ സാധിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ നിന്നും കാര്യമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര ഇന്ന് തീർത്തും പരാജയമായി പോയി എന്നുള്ളത് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അപ്പോൾ തന്നെ എതിരാളികളെ കിടുകിട വിറപ്പിച്ചുകൊണ്ടിരുന്ന മുന്നേറ്റ നിരയ്ക്ക് ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഉജ്ജ്വലമായി തന്നെ ജംഷഡ്പൂർ എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ കുതിപ്പുകൾക്കും വിരാമമിട്ടു. ഇതിനിടയിൽ ഉജ്ജ്വലമായ ചില അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പിൽ വീണ് കിട്ടി. അതൊന്നും ഗോളാക്കി മാറ്റുവാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. എന്നാൽ ജംഷഡ്പൂരിനാകട്ടെ അവരുണ്ടാക്കിയെടുത്ത അവസരങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിനിയോഗിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഇന്നത്തെ കളിയിലെ ഏറ്റവും വലിയ സവിശേഷത. ഒരു വിധത്തിൽ ഭാഗ്യം കൊണ്ടാണ് ജംഷഡ്പൂർ 3-ൽ നിർത്തിക്കളഞ്ഞത്. ഇല്ലായിരുന്നുവെങ്കിൽ മിനിമം 1/2 ഡസൻ ഗോളുകളെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുവാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. നിർഭാഗ്യം കൊണ്ട് ജംഷഡ്പൂരിന്റെ കയ്യിൽ നിന്നും പല സുവർണ അവസരങ്ങളും വഴുതി പോവുകയായിരുന്നു. കളിയുടെ 12-ാം മിനിറ്റിൽ തന്നെ ഉജ്ജ്വലമായൊരു അവസരം ജംഷഡ്പൂരിന് ലഭിച്ചു. പക്ഷേ ഗോളി സച്ചിൻ സുരേഷ് അതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചതുകൊണ്ട് ചീമ ചൌക്കുവിന് തൽക്കാലം നിരാശപ്പെടേണ്ടതായിട്ട് വന്നു. എന്നാൽ തുടർന്ന് ഒന്നിന് പിന്നാലെ ഒന്ന് എന്ന വണ്ണം 2 ഗോളുകൾ ചീമ തന്നെ അടിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക്. ഈ ഗോളുകളൊക്കെ പിറന്നു വീഴുമ്പോൾ കഴിഞ്ഞ ഓരോ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്ത് ഉജ്ജ്വലമായ കോട്ട കെട്ടി പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര എവിടെയായിരുന്നു എന്ന് കളി കാണുന്ന ഓരോ വ്യക്തികളും ചോദിച്ചു പോകും. അത്രമാത്രം ശിഥിലമായി പോയ അന്തരീക്ഷങ്ങളൊക്കെയായിരുന്നു പിറന്നു വീണത്. എന്തായാലും ജംഷഡ്പൂരിന്റെ ഗോൾ പോസ്റ്റിലേക്ക് 2 ഗോളുകൾ അടിച്ചു കയറ്റുവാൻ കഴിഞ്ഞു. ദിമിത്രിയോസ് ആയിരുന്നു ആ 2 ഗോളും അടിച്ചത്. അത് രണ്ടും പെനാൽറ്റിയിലൂടെയായിരുന്നു എന്നുള്ളതായിരുന്നു വലിയ പ്രത്യേകത. വാസ്തവത്തിൽ രണ്ടാമത്തെ പെനാൽറ്റി ആയിരുന്നില്ല എന്നുള്ളത് TV റീപ്ലേകൾ പലയാവർത്തി എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും റഫറി ജംഷഡ്പൂരുകാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടായിരുന്നു കളിച്ചതെന്ന് സാധാരണ നമ്മൾ പറഞ്ഞു പരത്തുന്ന ആ പല്ലവി വീണ്ടും പുറത്തു വരുവാൻ സാധ്യതയുണ്ടായിരുന്നു. അവിടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ ലെസ്കോവിച്ച് വെറുതെ വീഴുകയായിരുന്നു. അതിനും കിട്ടി ഒരു പെനാൽറ്റി. ഇന്നത്തെ മത്സരത്തിൽ ആകെ 3 പെനാൽറ്റികൾ ലഭിച്ചു. അതിൽ 1 ജംഷഡ്പൂരിനായിരുന്നു. ജംഷഡ്പൂരിന്റെ ഉജ്ജ്വലമായൊരു മുന്നേറ്റത്തെ കൃത്യമായിട്ട് ഫൗൾ ചെയ്തതുകൊണ്ടാണ് റഫറിക്ക് അത് പെനാൽറ്റി വിധിക്കേണ്ടി വന്നത്. അത് വളരെ മനോഹരമായൊരു ഷോട്ടിലൂടെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി സച്ചിൻ സുരേഷിന് യാതൊരു തരത്തിലും ഒന്നും ചെയ്യുവാൻ കഴിയാതെ പോയി. എന്തായാലും നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ കളി കണ്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ വളരെ ക്ഷീണിതരായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. ഒന്ന് നന്നായിട്ട് ഓടുവാൻ പോലും പല വ്യക്തികൾക്കും കഴിയുന്നില്ലായിരുന്നു. മാത്രമല്ല മിസ് പാസുകളുടെ പ്രളയം സംഭവിച്ചിരുന്നു. കൃത്യതയില്ലാത്ത ഒരു കളിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇന്ന് കാണുവാൻ സാധിച്ചത്. കൂടെ നമ്മൾ പറയാറുള്ള ആ നല്ല ഒത്തിണക്കവും മെയ്വഴക്കവും ഒക്കെ എവിടെയോ പോയി മറഞ്ഞു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അത്തരത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും അലക്ഷ്യമായ ഷോട്ടുകളും ഒത്തിണക്കമില്ലായ്മയും ഒരു വിധത്തിൽ പറഞ്ഞാൽ കടിഞ്ഞാൺ നഷ്ടപ്പെട്ടൊരു കുതിരയെ പോലെ പായുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയായിരുന്നു ഇന്ന് കാണുവാൻ കഴിഞ്ഞത്. കളികളിലൊക്കെ പരാജയവും വിജയവും സംഭവിക്കുന്നത് സ്വാഭാവികമാണ്, നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയും. പക്ഷേ ഉജ്ജ്വലമായി കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീം എത്ര പെട്ടെന്നാണ് നിസ്സാരന്മാരായി മാറുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതൊരിക്കലും അംഗീകരിക്കുവാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തായാലും കോച്ചിന് വളരെ നല്ല രീതിയിൽ കണക്കുകൂട്ടലുകൾ നടത്തേണ്ടി വരും. ഒത്തിരി വിലയിരുത്തലുകൾ നടത്തേണ്ടി വരും. ഇന്നത്തെ കളിയെക്കുറിച്ച് ആകെ മൊത്തം ടോട്ടൽ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ഇന്ന ആൾക്കാർ മെച്ചമായിരുന്നുവെന്നും ഇന്ന വ്യക്തികൾ പരാജയമായിരുന്നുവെന്നും പറയേണ്ടി വരികില്ല എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും പരാജയപ്പെട്ടു പോയി. എങ്കിലും ഇത് നമ്മുടെ ടീമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വരുവാൻ കരുത്തുള്ള ഒരു പറ്റം കരുത്തന്മാരുടെ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കലിംഗ സൂപ്പർ കപ്പിൽ തന്നെ പുതിയ വിജയത്തിന്റെ ചരിത്രം എഴുതിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മടങ്ങി വരും. അങ്ങനെ ഒരു മടങ്ങി വരവ് കാത്തിരിക്കുകയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.